അടിപൊളി പിന്നെ ചോളപ്പിണ്ടി പഞ്ചാബി സ്റ്റൈലിൽ ഉണ്ടാക്കിയാലോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ഇതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂരീൻ്റെ ഇപ്പോൾ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ടാണ്. പൂരിയും അപ്പോൾ നമ്മൾ ആലു മസാലയും സാധാരണ കഴിക്കണം, പക്ഷെ നമുക്കൊരു പ്രോട്ടീൻ എന്തായാലും വേണം കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ചോള ചെയ്യുന്നത്. സാധാരണയായിട്ട് ചിക്പി, കാബൂളി ചേന എന്നൊക്കെ പറയുന്ന ഈ വൈറ്റ് കടല, വെള്ളക്കടല, ഇത് സാധാരണ നമ്മൾ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല കേരളത്തിലേക്കൊക്കെ. എങ്കിലും ഇത് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമുക്കത് ഉപയോഗിച്ച് നോക്കാം. അതിലേക്കൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് രാത്രി മുഴുവൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു മസാലയായിട്ട് സിന്നമണ്, പട്ട നമുക്ക് മേടിക്കാൻ നല്ല പട്ട മേടിക്കാൻ കിട്ടും. ശ്രീലങ്കൻ പട്ട റോൾ ചെയ്ത് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരത്തിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് മേടിക്കുക, ഒരു പീസ് ഇടുക ഇതിലെ. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്ന ഒരു ബേ ലീഫാണ്. ബേ ലീഫിന് ഇടനയോ വഴനയിലയോ അങ്ങനെ എന്തെങ്കിലും പറയുന്ന പോലെ നമ്മൾ ഇതിൻ്റെ തേജ്പത്ത അല്ലെങ്കിൽ വഴനയില എന്ന് പറയുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തു. പിന്നെ ഏലക്ക, ഇത് കറുത്ത ഏലക്കായാണ്, ബ്ലാക്ക് കാർഡമം. അപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് നോർത്തിലേക്ക് ഉപയോഗിക്കുന്നതാണ്. ബിരിയാണിക്കും അല്ലാത്ത മസാലകൾക്കൊക്കെ. ഇപ്പോൾ കറുത്ത ഏലക്ക, ബ്ലാക്ക് കാർഡമം ഉണ്ടെങ്കിൽ ബ്ലാക്ക് കാർഡമം, ഇത്രയും സാധനം ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് വേവിക്കാൻ പോകണം. വേവിക്കാൻ പോകുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാലേക്ക് കുറച്ച് ടീ വാട്ടർ ഇതൊന്ന് കളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിട്ടിട്ടാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ ചായേൻ്റെ കളർ ഇട്ടിട്ട് വേവിച്ചിട്ടില്ലെങ്കിൽ പോലും പിന്നെ അനാർ എന്ന് പറയുന്ന മാതള നാരങ്ങേൻ്റെ കുരു അത് പൊടിച്ച് ചേർത്തിട്ട് അവർ ചെയ്യുക. അപ്പോൾ അതിനൊരു കറുപ്പ് കളർ കിട്ടും. അപ്പോൾ അത് ഇല്ലാത്തൊരു അവസരമാണെങ്കിൽ നമ്മളിങ്ങനെ ചായേൻ്റെ ഇത് വെച്ചിട്ടൊന്ന് കളർ ചെയ്തിട്ട് നോക്കണേ. ഇത് കടല വേവിക്കാൻ വെക്കാം. ഇതൊരു 6 തൊട്ട് 7, 8 വിസിലൊക്കെ അടിക്കേണ്ടി വരും, നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് അത്ര വിസിലടിക്കാൻ പരുവത്തിന് പ്രഷർ കുക്കർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഈ ചോള ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു മസാലപ്പൊടി മിക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മേടിക്കാൻ കിട്ടും ചോള മസാല. അതെല്ലാം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല മസാലപ്പൊടി ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മെയിനായിട്ട് കുറച്ച് മല്ലിയാണ്, മുഴുവൻ മല്ലി. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ചുവന്ന മുളക്, ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച്. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക്, പിന്നെ പെരിഞ്ചീരകം ഇഷ്ടമാണെങ്കിൽ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് സാദാ ജീരകം, നല്ല ജീരകം. പിന്നെ അതോടൊപ്പം തന്നെ ഗരം മസാലേൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ഗ്രാമ്പു, ഒരു 2-3 ഏലക്ക, പിന്നെ ഒരു പട്ട, ഒരു ചെറിയ പീസ് പട്ട, പിന്നെ കുറച്ച് ഉലുവ നമുക്ക് ഒത്തിരി ഉലുവേൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു ചെറിയ പീസ് പത്രി, പിന്നെ ഒരു ഏലക്ക, കറുത്ത ഏലക്ക. ഇത്ര സാധനങ്ങൾ നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല റെഡിയാണ്. ഇതിപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ മസാല, ഫ്ലേവർ കിട്ടുന്ന സ്പെഷ്യൽ മസാല. പിന്നെ പഞ്ചാബിലാണെങ്കിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ മാതള നാരങ്ങേൻ്റെ കുരുവും കൂടെ പൊടിച്ച് ചേർക്കാറുണ്ട്. അനാറിൻ്റെ പൗഡർ, ഒരു പുളിപ്പും കിട്ടും, ഒരു കളറും കിട്ടും. അതുകൊണ്ട് അത് നമ്മുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചായൻ്റെ പിന്നെ കളർ കുറച്ച് ചേർത്തേക്കുന്നത്. എടുക്കുമ്പോൾ നമ്മൾ ചെറിയ ചൂടാക്കി എടുക്കാൻ വേണ്ടി നോക്കണം. ഒത്തിരി ചൂട് വെച്ചിട്ട് കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ചോള മസാല ഉണ്ടാക്കാൻ പോകാം. ചോള നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ഇൻഡക്ഷനിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു അനോഡൈസ്ഡ് പാനിലേക്ക് ആദ്യമായിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാന് ചൂടായതിന് ശേഷമാണ് ഓയിൽ ഒഴിക്കുന്നത്. കുറച്ചധികം ഓയിൽ ഒഴിക്കുക. ഓയിൽ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. എപ്പോഴും നോർത്ത് ഇന്ത്യൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് അധികം ഓയിലാണ് അതിൻ്റെ മസാല ചെയ്തെടുക്കാറുള്ളത്. പിന്നെ അത് ഓയിൽ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏകദേശം ചൂടായി വരുമ്പോഴേക്കും പിന്നെ സാധാരണ നമ്മൾ കടുക് സൗത്ത് ഇന്ത്യയിൽ ചെയ്യുന്ന പോലെ നോർത്ത് ഇന്ത്യൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ജീരകമാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ കടുക് സാധാരണയായിട്ട് പഞ്ചാബി ഫുഡിലേക്കൊന്നും ഉപയോഗിക്കാറില്ല പൊട്ടിക്കാനായിട്ട്. കടുക് എണ്ണ ഉപയോഗിക്കും, കടുകായിട്ട് ഉപയോഗിക്കാറില്ല. ഇവിടെ നമ്മൾ എന്താണ് ഉപയോഗിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജീരകമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ജീരകം കുറച്ചിട്ട് കൊടുക്കാം. ജീരകം ഒന്ന് ക്രാക്കിൾ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി മസാലകൾ ചേർക്കാം. നമ്മൾ മസാലയിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ചാച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മസാലയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയാണ്. ഏകദേശം ഒരു വലിയ സവാള നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്.
അപ്പോൾ നിങ്ങൾ ചോള മസാല കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കഴിക്കാം, അല്ലെങ്കിൽ ചോള കുൽച്ചയോ ചോള മസാലയോ ചോള ഭട്ടൂരിയോ അല്ലെങ്കിൽ ചോള പൂരിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഷുകളുടെ ഒപ്പം കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പൊട്ടറ്റോയും മസാല ഉണ്ടാക്കി പൂരിയും കൂടെ കഴിച്ച് കഴിയുമ്പോഴേക്കും എല്ലാം ഒരു കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ചായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ ഫുഡിലേക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ പ്രോട്ടീൻ കിട്ടണം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചോളേൻ്റെയോ കടലേൻ്റെയോ എന്തെങ്കിലും ഒരു കറീൻ്റെ ഒപ്പം പൂരി കഴിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റഡ് ആവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആലു മസാല ഇതിൻ്റെ ഒപ്പം ഉണ്ടാക്കും, പൂരി ഉണ്ടാക്കും, പിന്നെ അല്ലെങ്കിൽ ഭട്ടൂരിയോ പൂരിയോ. അപ്പോൾ നമ്മൾ പൂരിയാണ് ഉണ്ടാക്കി ഇന്ന് പെയർ ചെയ്യാൻ പോകുന്നത് ചോള മസാലേൻ്റെ ഒപ്പം. ഓണിനൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഓണിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ചെറിയൊന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് എടുക്കാം. തീരെ പച്ചയായും ചെയ്ത് മഞ്ഞൾപ്പൊടി നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ പൊടിയിൽ മസാലയിൽ ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടി, ചോള മസാലപ്പൊടി കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല കളറിൽ ചോള മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിപൊളി ഫ്ലേവറാണ്. നമ്മൾ ഇതിൻ്റെ ഒരു 3/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, ഫുള്ള് ചേർക്കുന്നില്ല. ബാക്കിയുള്ളത് നമ്മൾ ലാസ്റ്റ് മസാല ആയി കഴിയുമ്പോഴാണ് ചേർക്കുക. മസാല ചേർത്ത് കൊടുത്തു. മസാല ചേർത്തതിന് ശേഷം നമ്മൾ 2 തക്കാളി, മീഡിയം സൈസ് 2 തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. 2 തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതാണ് അതിന് ആവശ്യമുള്ള പുളിപ്പ് ഗ്രേവി കൊടുക്കുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ കറികളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഏകദേശം ഈ തക്കാളി അരച്ചതോ ചോപ്പ് ചെയ്തൊക്കെ ആയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. എളുപ്പത്തിന് അരച്ചാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മസാലയാക്കി എടുക്കാൻ പറ്റും. സൗത്ത് ഇന്ത്യയിൽ ചെയ്യുമ്പോൾ തേങ്ങ അരയ്ക്കണ അങ്ങനെയുള്ള പരിപാടികൾ ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെയാണ് നമ്മുടെ ഗ്രേവി തിക്കായിട്ട് വരുന്നത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഗ്രേവി തിക്കാക്കുന്നത് അധികം തേങ്ങ, സൗത്ത് ഇന്ത്യയിലല്ല കേരളത്തിലധികം തിക്കാക്കുന്നത് നമ്മൾ തേങ്ങ അരച്ചത് ചേർത്തിട്ടോ തേങ്ങാപ്പാൽ ചേർത്തിട്ടൊക്കെയാണ്. അപ്പോൾ അതിന് ഒരു നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ തക്കാളി അരച്ചതോ കാഷ്യൂനട്ട് അരച്ചതോ അങ്ങനെയുള്ള എന്തെങ്കിലും ചേർത്തിട്ട് പിന്നെ ക്രീം, പാലിൻ്റെ പാട ഇതൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രേ ഉള്ളൂ മസാലേൻ്റെ പരിപാടി. നമ്മുടെ മസാല ഏകദേശം ഒന്ന് കുക്കായി ഓയിലൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല റെഡി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചോളയും ഉപ്പില്ലാതെയാണ് വേവിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. പിന്നെ ചോള വേവിച്ചത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ചോള വേവിച്ച് ആ വെള്ളം അടക്കമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു കളറൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ചോള തന്നെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ഇങ്ങനെ എടുത്ത് ഞെക്കുമ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് ചോള വന്ന് ചേർത്ത് കൊടുക്കുക. അതിന് മുമ്പ് നമ്മുടെ മസാല ഏകദേശം ഫ്രൈ ആയിട്ട് ഗ്രേവി സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒത്തിരി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചോള വേവിച്ച് കടല വേവിച്ച വെള്ളമുണ്ട്. അപ്പോൾ അത് മതി നമ്മുടെ മസാല റെഡിയാണ്. അതിനുണ്ട് മസാല. ഇതിന് ക്യാമറാൻ്റെ അഭിപ്രായം എന്താ ചോള മസാലയെ കുറിച്ച്? കഴിച്ചിട്ടുണ്ടോ? ചോള ഞാൻ കഴിച്ചെന്ന് പറയുമ്പോ നിന്നോണ്ടിരുന്ന സമയത്ത് ചോളയും പൂരി ഉണ്ടാക്കിയായിരുന്നു. സമയത്ത് ഞാൻ ചെറുതായിരുന്നു. എന്നാലും ഞാൻ കുറെ കഴിച്ചായിരുന്നു അന്നൊക്കെ. ചോളയും പൂരിയാണോ ചോളയും ഭട്ടൂരി ആയിരുന്നു? ചോളയും പൂരി ആയിരുന്നു. പൂരി രസം ഉണ്ടായിരുന്നു. ചോളയും പൂരി എന്നാലും സാധാരണ ഇതുണ്ടോ നമ്മുടെ ഗ്രേവി കുക്കായെന്ന് എങ്ങനെയാ മനസ്സിലാവുന്നത്? എണ്ണ മേലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് ചെയ്യുന്നത്. എണ്ണ മേലെ തെളിഞ്ഞു വന്നിട്ടുണ്ടോ? അങ്ങനെ മേലെ തെളിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവി കുക്കായി എന്ന് മനസ്സിലാകാം. അപ്പോൾ അതുവരെ നമ്മൾ കുക്ക് ചെയ്യണം. അപ്പോൾ ഓയിൽ മേലെ തെളിഞ്ഞു വരുന്നാലെയാണ് ഗ്രേവിൻ്റെ കുക്കിംഗ് ടൈം. അതാണ് അതിൻ്റെ മെയിൻ. ഫ്രൈ കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള സാധനം ചേർത്ത് കൊടുക്കുക. നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ്, കടല ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. നമ്മൾ വേവിച്ച കടല ചേർത്ത് കൊടുത്തു. വേവിച്ച കടല ഇനി ഇത് ഏകദേശം ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഒരു തിക്ക് വരുവാകുമ്പോഴേക്കും നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ കളറും എല്ലാം റെഡിയാവും. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ മസാലേൻ്റെ ബാക്കിയുള്ളത് കുറച്ച് മസാലയും കൂടെ വിതറി കൊടുക്കും അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കണ ഇഞ്ചി അതിൻ്റെ മേലെ തൂളി കൊടുക്കും. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല റെഡിയാണ്. കുക്കറും റെഡിയാണ്. അപ്പോൾ നമ്മുടെ ചോള മസാല ഏകദേശം റെഡിയായി. അതിലേക്ക് നമുക്കൊരു കുറച്ച് ബാക്കിയുള്ള നമ്മുടെ മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ച മസാല പൗഡർ ഫുള്ളായിട്ട് അതിലേക്ക് ചേർത്ത് തിക്കായി വന്നിട്ടുണ്ട് ഏകദേശം. ഇനി ഇരുന്ന് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ ഓഫ് ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത്. നമ്മളൊന്ന് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി പൊടിയായിട്ടല്ല ജൂലിയനായിട്ട് അരിഞ്ഞത് നമുക്കൊന്ന് മേലെ തൂളി കൊടുക്കാം.
ഇച്ചിരി മാറ്റിയിരിക്കുക. കുറച്ച് മലയില അരിഞ്ഞത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് മൂടി ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്ന് കഴിയുമ്പോഴേക്കും വേണമെങ്കിൽ നമുക്കൊരു ലെമണും കൂടെ പിടിച്ചൊഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്തായി മസാല അടിപൊളിയായി വരും. ഇത് കൂട്ടി നമുക്ക് സെറ്റാക്കാം. ഇല്ലായിരുന്നു. നമുക്കൊന്ന് പൂരി വറുത്ത് നോക്കാം. പൂരി വറുത്ത് നോക്കുമ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. ഇപ്പോൾ ചൂടായി വന്നിട്ടില്ല. ചൂടായിട്ടില്ലെങ്കിൽ എണ്ണ ചൂട് കുറവാണെങ്കിൽ എന്ത് പറ്റും? കളർ വരില്ല എന്നൊന്നല്ല, പൂരിയിൽ ഓയിൽ കുടിക്കും. അപ്പോൾ നമുക്ക് ഓയിലിൽ പൂരി കിട്ടുള്ളൂ. ഇപ്പോൾ ഈ പൂരി ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൽ ഓയിൽ കൂടുതലായിട്ടുണ്ടാവും. ഇനി അടുത്ത പൂരി ഇടുമ്പോഴേക്കും ഇതിൽ ഓയിൽ പിടിക്കുന്നത് വളരെ കുറയും, ഓയിൽ പിടിക്കാതെയാകും. അപ്പോൾ നമ്മൾ എപ്പോഴും പൂരി വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഓയിൽ നല്ല ചൂടായിരിക്കണം എന്നുള്ളത്. നമ്മുടെ ഓയിൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂട് കുറച്ച് വെക്കാം. സാധനം ഏകദേശം ഒരു സ്മോക്കി ഓയിലാണ് നമ്മൾ പൂരി വറുക്കുന്നത്. വറുത്തിട്ട് കോരി കുറച്ച് നേരം പിടിച്ചിരിക്കണം, ഫുൾ ഓയിൽ പോകുന്ന വരെ. ചൂട് ഓയിൽ ഇങ്ങനെ മേലെ ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മിനി പൂരിയാണ് ചെയ്യുന്നത്. നന്നായിട്ട് പഫ് ചെയ്ത് വരുന്നുണ്ട്. ഓയിലിൻ്റെ ചൂടാണ് നല്ല പൂരീൻ്റെ രഹസ്യം.